ഹായ് എവരി വൺ, ഐ ആം റിസ പർവീൻ. ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 7 ഷോർട്ട് ടേം അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് മാനേജ്മെൻറ്റിലെ ടോപ്പിക് റോൾ ഓഫ് ട്രാൻസ്ഫർ പ്രൈസിംഗ് ഇൻ ഇൻ്റർനാഷണൽ ക്യാഷ് മാനേജ്മെൻ്റ് ആണ്. ട്രാൻസ്ഫർ പ്രൈസിംഗ് ഇസ് എ ടെക്നിക് ടു ട്രാൻസ്ഫർ ദി ഫണ്ട് ഫ്രം വൺ ലൊക്കേഷൻ ടു അനദർ ലൊക്കേഷൻ. ഒരു ലൊക്കേഷനിൽ നിന്നും മറ്റൊരു ലൊക്കേഷനിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ടെക്നിക്കിനെയാണ് ട്രാൻസ്ഫർ പ്രൈസിംഗിലൂടെ പറയുന്നത്. Then, the technique help in positioning the fund at the desired location. ഒരു ഡിസയേർഡ് ലൊക്കേഷനിൽ ഫണ്ട് പൊസിഷൻ ചെയ്യാൻ ഈ ടെക്നിക്കിലൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. പൊസിഷനിങ് ഓഫ് ഫണ്ട് മീൻസ് ലൊക്കേഷൻ ഓഫ് ഫണ്ട് അറ്റ് വേരിയസ് ലൊക്കേഷൻ ആസ് ഡിസൈഡഡ് ബൈ ദി മാർജിനൽ റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് പൊസിഷൻ ഓഫ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മാർജിനൽ റേറ്റ് ഓഫ് റിട്ടേൺ ഡിസൈഡ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ലൊക്കേഷനിലെ ഫണ്ടുകളുടെ ലൊക്കേഷനെയാണ് പൊസിഷൻ ഓഫ് ഫണ്ട് എന്ന് പറയുന്നത്. ഇൻ കേസ് ഓഫ് MNCs ദർ ആർ കൺസ്ട്രെയിൻസ് ടു ദി പൊസിഷനിങ് ഓഫ് ഫണ്ട്. ഇൻ കേസ് ഓഫ് MNCs ആണെങ്കിൽ ഫണ്ടുകളുടെ ലൊക്കേഷനെ കുറിച്ചിട്ട് കുറച്ച് കൺസ്ട്രെയിൻസ് പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റ് പറയുന്നതാണ് ഡിസ്റ്റർബൻസ് ഇൻ പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ്. പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റിലെ ഡിസ്റ്റർബൻസ് ഫണ്ടുകളുടെ ഫുൾ ഓർ പാർഷ്യൽ ആയിട്ടുള്ള എക്സ്പ്ലിസിറ്റ് ഓർ ഇംപ്ലിസിറ്റ് ആവാം. രണ്ട് കൺസ്ട്രെയിൻസ് ആണ് പറയുന്നത്. അതിൽ എക്സ്പ്ലിസിറ്റ് കൺസ്ട്രെയിൻസിൻ്റെ എക്സാമ്പിൾ ഇൻകൺവേർട്ടബിലിറ്റി ഓർ എക്സ്ചേഞ്ച് കൺട്രോളും അതുപോലെ തന്നെ ഹെവി ടാക്സ് ഓൺ ഇൻകം ഓർ ഡിവിഡൻഡ് ഫ്ലോസ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് ദി ഇംപ്ലിസിറ്റ് കൺസ്ട്രെയിൻസ്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ടാക്സ് പോളിസി ഇൻ ദി ഫോം ഓഫ് മൾട്ടിപ്ലിസിറ്റി ഓഫ് ടാക്സ് സ്ട്രക്ചർ. ദെൻ തേർഡ് ട്രാൻസാക്ഷൻ കോസ്റ്റ് ഇൻ ദി ഫോം ഓഫ് ആസ്ക് ആൻഡ് ബിഡ് പ്രൈസസ്. ദെൻ ഫോർത്ത് ലിക്വിഡിറ്റി കൺസിഡറേഷൻ. ലിക്വിഡിറ്റി കൺസിഡറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ particular level of liquidity necessary to maintain good relationship with bank and suppliers. ബാങ്കുകളും സപ്ലയേഴ്സുമായിട്ടുള്ള ഒരു ഗുഡ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള പെർട്ടിക്കുലർ ലെവൽ ഓഫ് ലിക്വിഡിറ്റിനെയാണ് ലിക്വിഡിറ്റി കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ദെൻ ട്രാൻസ്ഫർ പ്രൈസസ് ക്യാൻ ബി യൂസ്ഡ് ടു അവോയ്ഡ് ഫോറിൻ കറൻസി എക്സ്പോഷർ. ഫോറിൻ കറൻസി എക്സ്പോഷർ ആണെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രാൻസ്ഫർ പ്രൈസ് യൂസ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ MNCs ക്യാൻ റിമൂവ് ഫണ്ട് ഫ്രം സോഫ്റ്റ് കറൻസി കൺട്രീസ് ബൈ ചാർജിങ് ഹയർ ട്രാൻസ്ഫർ പ്രൈസസ് ഓൺ ഗുഡ്സ് സോൾഡ് ടു ഇറ്റ്സ് സബ്സിഡിയറീസ് ഇൻ ദോസ് കൺട്രീസ്. ഇതിൽ പറയുന്നത് ഒരു MNCക്ക് സോഫ്റ്റ് കറൻസി കൺട്രിയിൽ നിന്ന് ആ കൺട്രീസിലെ സബ്സിഡിയറികൾക്ക് വിൽക്കുന്ന ഗുഡ്സിന് ഹയർ ട്രാൻസ്ഫർ പ്രൈസ് ചാർജ് ചെയ്തുകൊണ്ട് ഫണ്ട് റിമൂവ് ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത്. അതുപോലെ ഫോർ ദ സെയിം റീസൺ എ MNC ക്യാൻ കീപ് ഫണ്ട് അറ്റ് ദോസ് സബ്സിഡിയറീസ് ഇൻ ഹാർഡ് കറൻസി countries by charging lower transfer price on goods sold to its subsidiaries in those countries. At the same reason MNCക്ക് ഹാർഡ് കറൻസി കൺട്രീസിലെ സബ്സിഡിയറികൾക്ക് വിൽക്കുന്ന സാധാരണ ലോവർ ട്രാൻസ്ഫർ പ്രൈസ് ചാർജ് ചെയ്തുകൊണ്ട് ഫണ്ട് കീപ്പ് ചെയ്യാനും കഴിയും എന്നാണ് ഇതിൽ പറയുന്നത്. ദെൻ നെക്സ്റ്റ് പറയാൻ പോകുന്നത് ഫോംസ് ഓഫ് ഇൻ്റർനാഷണൽ ക്യാഷ് മാനേജ്മെൻ്റ് ആണ്. ഫോംസ് ഓഫ് ഇൻ്റർനാഷണൽ ക്യാഷ് മാനേജ്മെൻറ്റിൽ രണ്ട് ഫോംസ് ആണുള്ളത്. അതിൽ ഒന്നാമത്തേത് ക്യാഷ് പൂളിങ്ങും അതുപോലെ തന്നെ ക്യാഷ് കോൺസെൻട്രേഷനും. ക്യാഷ് പൂളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ക്യാഷ് പൂളിംഗ് ദി സർപ്ലസ് ക്യാഷ് ഓഫ് ഓൾ ദി യൂണിറ്റ് ഓഫ് എ ഫേം ഇൻ ഡെപ്പോസിറ്റ് ഇൻ ദി സെൻട്രലൈസ്ഡ് പൂള്. ക്യാഷ് പൂളിൽ ഒരു ഫേമിൻ്റെ എല്ലാ യൂണിറ്റിൻ്റെയും സർപ്ലസ് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് സെൻട്രലൈസ്ഡ് പൂളിലായിരിക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ദ സെൻട്രലൈസ്ഡ് പൂൾ മേ ബി ലൊക്കേറ്റഡ് ഐദർ ഇൻ ഹോസ്റ്റ് കൺട്രീസ് ഓർ ഇൻ ഹോം കൺട്രി ഓർ ഇൻ തേർഡ് കൺട്രി ഡിപ്പെൻഡിങ് അപ്പോൺ ദി സ്ട്രെങ്ത് ഓഫ് കറൻസി ഓഫ് ദാറ്റ് കൺട്രി, ടാക്സ് റേറ്റ്, പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി, ആറ്റിറ്റ്യൂഡ് ഓഫ് ഹോസ്റ്റ് ഗവൺമെൻറ്റ്സ് എക്സെട്ര. ഇത് പറയുന്നത്
ആ രാജ്യത്തിൻ്റെ കറൻസിയുടെ സ്ട്രെങ്ത്ത്, ടാക്സ് റേറ്റ്, അതുപോലെ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി, ആറ്റിറ്റ്യൂഡ് ഓഫ് ദി ഹോസ്റ്റ് ഗവൺമെൻറ്, ഇതിനെ ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് സെൻട്രലൈസ്ഡ് പൂൾ ഹോസ്റ്റ് കൺട്രിയിലാണോ അതുപോലെ തന്നെ ഹോം കൺട്രിയിലാണോ തേർഡ് കൺട്രിയിലാണോ എന്നൊക്കെ ലൊക്കേറ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഇതാണ് ക്യാഷ് പൂളിംഗ്. ക്യാഷ് പൂളിങ്ങിൽ ഒരു ഫേമിൻ്റെ എല്ലാ യൂണിറ്റിൻ്റെയും സർപ്ലസ് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു സെൻട്രലൈസ്ഡ് പൂളായിരിക്കും മെയിൻ. ഇതാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഫോം പറയുന്നതാണ് ക്യാഷ് കോൺസെൻട്രേഷൻ. Cash concentration is an automatic transfer of account balance from clearly defined sub-accounts to a cash pool master account on a value date basis. ക്യാഷ് കോൺസെൻട്രേഷൻ എന്നത് ക്ലിയർലി ഡിഫൈൻ സബ് അക്കൗണ്ടുകളിൽ നിന്ന് ഒരു വാല്യൂ ഡേറ്റ് ബേസിസിൽ ഒരു ക്യാഷ് പൂൾ മാസ്റ്റർ അക്കൗണ്ട് ബാലൻസുകളിലേക്കുള്ള ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്ഫർ ആണ് എന്നാണ് പറയുന്നത്. ഇതാണ് ക്യാഷ് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ നെക്സ്റ്റ് ഇൻ്റർനാഷണൽ റിസീവബിൾ മാനേജ്മെൻറ്റ്. റിസീവബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസീവബിൾസ് ആർ അനദർ ഇമ്പോർട്ടൻറ്റ് കമ്പോണൻറ്റ്സ് ഓഫ് എ ഫേംസ് വർക്കിംഗ് ക്യാപിറ്റൽ. ഒരു ഫേമിൻ്റെ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കമ്പോണൻറ്റ്സ് ആണ് റിസീവബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. If receivables are not managed well, receivables will accumulated. റിസീവബിൾസ് നന്നായിട്ട് മാനേജ് ചെയ്തിട്ടില്ലെങ്കിൽ റിസീവബിൾസ് അക്യുമുലേറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. ഇത് ക്യാഷ് പൊസിഷനെ അഡ്വേഴ്സ്ലി എഫക്റ്റ് ചെയ്യും, ക്യാഷ് ഷോർട്ടേജിലേക്ക് ലീഡ് ചെയ്യുകയും അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ ലിക്വിഡിറ്റി പൊസിഷനെയും എഫക്റ്റ് ചെയ്യും. അതുപോലെ ബിസിനസ്സിൻ്റെ നെയിംസും റെപ്യൂട്ടേഷൻസും ഒക്കെ മോശമാവാനായിട്ടുള്ള ചാൻസസ്, അതുപോലെ ഫേമിന് ഹ്യൂജ് ലോസസ് ഉണ്ടാവാനൊക്കെ ഇത് കാരണമാകും. റിസീവബിൾസ് കറക്റ്റായിട്ട് മാനേജ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള ലോസസ് ഒക്കെ സംഭവിക്കുമെന്നാണ് പറയുന്നത്. ദെൻ ഇതുകൊണ്ടൊക്കെ ആ ഒരു ഫേം അടച്ചു പൂട്ടേണ്ടതായിട്ട് എന്നുള്ള ഒരു ചാൻസസ് വരും. ഇതിന് കാരണം പുവർ മാനേജ്മെൻറ്റ് ഓഫ് റിസീവബിൾസ് ആണ്. അതിനാൽ ഗുഡ് മാനേജ്മെൻറ്റ്സ് ഓഫ് റിസീവബിൾസ് കൊണ്ടുവരണം, എന്നെങ്കിലാണ് നല്ല രീതിയിലൊക്കെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് ഇവിടെ ഒരു ഗുഡ് മാനേജ്മെൻറ്റ് ഓഫ് റിസീവബിൾസ് ഉണ്ടായിരിക്കണം എന്നാണ് ഇൻ്റർനാഷണൽ റിസീവബിൾ മാനേജ്മെൻറ്റിൽ പറയുന്നത്. Then next, meanings of receivables. Receivables are amount owed to the firm as a result of a sales of goods or services in the ordinary courses of business. റിസീവബിൾസിൻ്റെ മീനിങ്ങിൽ പറയുന്നത് ഒരു ഓർഡിനറി കോഴ്സസ് ഓഫ് ബിസിനസ്സിൽ ഗുഡ്സിൻ്റെയോ സർവീസിൻ്റെയോ സെയിൽസ് ചെയ്യുന്നതിൻ്റെ റിസൾട്ടായി ഫേമിന് നൽകേണ്ട ഒരു എമൗണ്ടുകളെയാണ് റിസീവബിൾസ് എന്ന് പറയുന്നത്. അതുപോലെ റിസീവബിൾസ് അറൈസ് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുഡ്സിൻ്റെയോ സർവീസിൻ്റെയോ സെയിൽസിൽ കസ്റ്റമേഴ്സിന് ക്രെഡിറ്റായി കൊടുക്കുമ്പോഴാണ്, കസ്റ്റമേഴ്സിന് ഇത് ക്രെഡിറ്റായിട്ട് കൊടുക്കുമ്പോഴാണ് അവിടെ റിസീവബിൾസ് അറൈസ് ചെയ്യുന്നത്. കസ്റ്റമേഴ്സിനെ ഇൻഡസ്ട്രിയൽ കസ്റ്റമേഴ്സും അല്ലെങ്കിൽ അൾട്ടിമേറ്റ് കസ്റ്റമേഴ്സ് എന്നും വിളിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ഓർഡിനറി കോഴ്സസ് ഓഫ് ഗുഡ്സിൻ്റെയോ അല്ലെങ്കിൽ സർവീസസിൻ്റെയോ സെയിൽസിൻ്റെ റിസൾട്ട് ഫേമിന് നൽകേണ്ട എമൗണ്ടിനെയാണ് ഇതിൽ റിസീവബിൾസ് എന്ന് പറയുന്നത് മെയിനായിട്ട്. അതിന് രണ്ട് രീതിയിൽ പറയും, ഇൻഡസ്ട്രിയൽ കൺസ്യൂമേഴ്സും എന്നൊന്നും പറയുന്നുണ്ട്, അതുപോലെ അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സ് എന്നും വിളിക്കുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ കൺസ്യൂമേഴ്സ് ആണെങ്കിൽ ക്രെഡിറ്റ് സെയിൽ ചെയ്യുമ്പോൾ റിസീവബിൾസ് കൺസ്യൂമർ ക്രെഡിറ്റിൻ്റെ ഫോമിലായിരിക്കും ഉണ്ടായിരിക്കുക. ഈ റിസീവബിൾസിനെ അക്കൗണ്ട് റിസീവബിൾസ് ഓർ ട്രേഡ് റിസീവബിൾസ് ഓർ കസ്റ്റമർ റിസീവബിൾസ് എന്നും അറിയപ്പെടുമെന്നാണ് പറയുന്നത്. ദെൻ മീനിങ് ഓഫ് റിസീവബിൾ മാനേജ്മെൻറ്റ്. മീനിങ്സ് ഓഫ് റിസീവബിൾ മാനേജ്മെൻറ്റിൽ പറയുന്നത് ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ലഭിക്കേണ്ട അക്കൗണ്ട്സ് മാനേജ് ചെയ്യുന്ന പ്രോസസ്സാണ് റിസീവബിൾസ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ സെയിൽസ് മാനേജ് ചെയ്യുകയും അതുപോലെ ക്രെഡിറ്റിന് ഓഫർ ചെയ്യുന്ന കമ്പനീസിൻ്റെ സെറ്റ് ഓഫ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആൻഡ് പ്രാക്ടീസസ് ആണ് മാനേജ്മെൻറ്റ് ഓഫ് റിസീവബിൾസ് എന്ന് പറയുന്നത്. ഇതിൽ
ക്ലയൻറ്റ്സ് ക്രെഡിറ്റ് വർത്ത്നെസ്സിനെയും റിസ്കിൻ്റെയും ഇവാലുവേഷൻ, സെയിൽസ് ടേംസ് ആൻഡ് ക്രെഡിറ്റ് പോളിസീസ് ആൻഡ് ഡിസൈനിങ് ആൻഡ് അപ്രോപ്രിയേറ്റ് റിസീവബിൾസ് ആൻഡ് കളക്ഷൻ പ്രോസസ്സും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. അതുപോലെ നമുക്ക് ലഭിക്കേണ്ട റിസീവബിൾസ് എഫിഷ്യൻ്റ്ലി കൺവേർട്ട് ചെയ്ത് ക്യാഷാക്കി മാറ്റുന്നതിന് ഫെയിൽ ആവുന്ന കമ്പനിക്ക് ഒരു പുവർ ലിക്വിഡിറ്റി പൊസിഷൻ നൽകുകയും ചെയ്യും. അതിൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ മുടങ്ങുകയും അൺപ്ലസൻറ്റ് ഓപ്പറേഷണൽ ഡിഫിക്കൽട്ടീസ് നേരിടുകയും ചെയ്യും എന്നാണ് പറയുന്നത്. അതുപോലെ ഗുഡ് റിസീവബിൾ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോംപ്രഹെൻസീവ് പ്രോസസ്സാണ്. അതിലെന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ഡിറ്റർമൈനിങ് ദി കസ്റ്റമേഴ്സ് ക്രെഡിറ്റ് റേറ്റിംഗ് ഇൻ അഡ്വാൻസ്. കസ്റ്റമേഴ്സിൻ്റെ ക്രെഡിറ്റ് റേറ്റിംഗ് അഡ്വാൻസ് ആയിട്ട് ഡിറ്റർമൈൻ ചെയ്യുന്നു. ദെൻ സെക്കൻഡ് പോയിന്റ്, ഫ്രീക്വൻ്റ്ലി സ്കാനിങ് ആൻഡ് മോണിറ്ററിങ് കസ്റ്റമേഴ്സ് ഫോർ ക്രെഡിറ്റ് റിസ്ക്. ക്രെഡിറ്റ് റിസ്ക്കുകൾക്കായിട്ട് കസ്റ്റമേഴ്സിനെ ഫ്രീക്വൻ്റ്ലി സ്കാൻ ചെയ്യുകയും അതുപോലെ തന്നെ മോണിറ്റർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ദെൻ തേർഡ് പോയിന്റ്, മെയിൻറ്റെയിനിങ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ദെൻ ഫോർത്ത് പോയിന്റ്, ഡിറ്റക്റ്റിംഗ് ലേറ്റ് പേയ്മെൻറ്റ് ഇൻ ഡ്യൂ ടൈം. കറക്റ്റ് ടൈമിൽ ലേറ്റ് പേയ്മെൻറ്റ് ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഡിറ്റക്റ്റിംഗ് കംപ്ലയിൻറ്റ്സ് ഇൻ ഡ്യൂ ടൈം. കറക്റ്റ് ടൈമിൽ കംപ്ലയിൻറ്റ്സ് ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ സിക്സ്ത് പോയിന്റ്സ്, റെഡ്യൂസിങ് ദി ടോട്ടൽ ബാലൻസ് ഔട്ട്സ്റ്റാൻഡിങ്. ടോട്ടൽ ബാലൻസ് ഓഫ് ഔട്ട്സ്റ്റാൻഡിങ്സ് ഒക്കെ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ സെവൻത്ത് പോയിന്റ് പറയുന്നത് പ്രിവെൻറ്റിംഗ് എനി ബാഡ് ഡെബ്റ്റ് ഇൻ റിസീവബിൾസ് ഔട്ട്സ്റ്റാൻഡിങ്. ബാഡ് ഡെബ്റ്റ്സ് റിസീവബിൾസ് ഔട്ട്സ്റ്റാൻഡിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഒബ്ജക്റ്റീവ്സ് ഓർ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻ്റർനാഷണൽ റിസീവബിൾ മാനേജ്മെൻ്റ് ആണ്. അതിൽ ഫസ്റ്റ് പോയിന്റ് പറയുന്നത് മോണിറ്റർ ആൻഡ് ഇംപ്രൂവ് ക്യാഷ് ഫ്ലോസ്. ഇതിൽ പറയുന്നത് റിസീവബിൾ മാനേജ്മെൻറ്റ് മോണിറ്റർ ആൻഡ് കൺട്രോൾ ഓൾ ക്യാഷ് മൂവ്മെൻറ്റ്സ് ഓഫ് ഓർഗനൈസേഷൻ. ഇറ്റ് മെയിൻറ്റെയിൻ എ സിസ്റ്റമാറ്റിക് റെക്കോർഡ് ഓഫ് ഓൾ സെയിൽസ് ട്രാൻസാക്ഷൻസ്. അതായത് റിസീവബിൾസ് മാനേജ്മെൻറ്റ് ഓർഗനൈസേഷനിലെ എല്ലാ ക്യാഷ് മൂവ്മെൻറ്റ്സും മോണിറ്റർ ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ എല്ലാ സെയിൽസ് ട്രാൻസാക്ഷൻസും സിസ്റ്റമാറ്റിക് റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റിസീവബിൾ മാനേജ്മെൻറ്റ് ഹെൽപ്പ് ബിസിനസ് ഇൻ ഡിസൈഡിങ് അപ്രോപ്രിയേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ട്രേഡ് ഡെപ്റ്റേഴ്സ്. ട്രേഡ് ഡെപ്റ്റേഴ്സ് അപ്രോപ്രിയേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രേഡ് ചെയ്യുന്നതിന് റിസീവബിൾ മാനേജ്മെൻറ്റ് ബിസിനസ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് ആവശ്യമായിട്ടുള്ള ക്യാഷിൻ്റെ സഫിഷ്യൻ്റായ എമൗണ്ട് ബിസിനസ്സിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ഇത് എയിം ചെയ്യുന്നുണ്ട് എന്നാണ് ഫസ്റ്റത്തെ പോയിന്റിൽ പറയുന്നത്, മോണിറ്റർ ആൻഡ് ഇംപ്രൂവ് ക്യാഷ് ഫ്ലോസിൽ. ദെൻ നെക്സ്റ്റ് പോയിന്റ് പറയുന്നതാണ് മിനിമൈസ് ബാഡ് ഡെബ്റ്റ് ലോസസ്. Bad debts are harmful to organizations. They may lead to heavy losses. Receivable management takes all necessary steps to avoid bad debt in business transactions. ബാഡ് ഡെപ്റ്റ് ഓർഗനൈസേഷനിൽ ഹാംഫുൾ ആണ് എന്നാണ് പറയുന്നത്. അത് ഹെവി ലോസസിലേക്ക് ലീഡ് ചെയ്യും ബാഡ് ഡെപ്റ്റ്. അതുകൊണ്ട് തന്നെ ബിസിനസ് ട്രാൻസാക്ഷൻസ് ബാഡ് ഡെപ്റ്റ് ഒഴിവാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ നെസസറീസും റിസീവബിൾ മാനേജ്മെൻറ്റ് അഡോപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് അവോയ്ഡ്സ് ഇൻവോയ്സ് ഡിസ്പ്യൂട്ട്സ്. Receivables management has an efficient role in avoiding any disputes arising in a business. ബിസിനസ്സിൽ ഉണ്ടാകുന്ന ഡിസ്പ്യൂട്ട്സിനെ അവോയ്ഡ് ചെയ്യുന്നതിൽ റിസീവബിൾ മാനേജ്മെൻറ്റിന് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു റോൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ഡിസ്പ്യൂട്ട്സ് അഡ്വേഴ്സ്ലി എഫക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി കസ്റ്റമേഴ്സ് ആൻഡ് ബിസിനസ് ഓർഗനൈസേഷൻസ്. അതുപോലെ തന്നെ ഡിസ്പ്യൂട്ട്സ് കസ്റ്റമേഴ്സിൻ്റെയും ബിസിനസ് ഓർഗനൈസേഷൻ്റെയും റിലേഷൻഷിപ്പിനെ അഡ്വേഴ്സ്ലി എഫക്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. Complete and fair record of all transactions with the customers are maintained on a daily basis. അതുപോലെ കസ്റ്റമേഴ്സുമായിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസിൻ്റെയും കംപ്ലീറ്റ് ആയിട്ടുള്ളതായിട്ടും അതുപോലെ തന്നെ ഫെയർ ആയിട്ടുള്ള റെക്കോർഡ്സും ഡെയിലി ബേസിസിൽ മെയിൻറ്റെയിൻ ചെയ്യും എന്നാണ് പറയുന്നത്. അതുപോലെ എല്ലാ സെയിൽസ് ട്രാൻസാക്ഷൻസും
കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനാൽ അവിടെ കൺഫ്യൂഷൻസ് ആൻഡ് ഡിസ്പ്യൂട്ട്സ് ഉണ്ടാകാനുള്ള ചാൻസസ് ഇല്ല എന്നാണ് പറഞ്ഞത്. സോ എല്ലാ റെക്കോർഡ്സും ഡെയിലി ബേസിസിൽ വേണം മെയിൻറ്റെയിൻ ചെയ്യാൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ അവോയ്ഡ് ചെയ്യാം, ഇൻവോയ്സ് ഡിസ്പ്യൂട്ട്സ് അവിടെ അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് പറയുന്നത്. ദെൻ ഫോർത്ത് ഒബ്ജക്റ്റീവ്സ് പറയുന്നത് ബൂസ്റ്റ് അപ്പ് സെയിൽസ് വോളിയം. Receivable management increase the sales and the profitability of the organization by extending the credit facilities to their customers. Business are able to boost up their sales volume. റിസീവബിൾ മാനേജ്മെൻറ്റ് ഓർഗനൈസേഷൻ്റെ സെയിൽസ് ആൻഡ് പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യുകയും അവരുടെ കസ്റ്റമേഴ്സിന് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിലൂടെ അവർക്ക് സെയിൽസ് വോളിയം ഇൻക്രീസ് ചെയ്യാനും ഈ ഒരു ബിസിനസ്സിന് കഴിയുമെന്നാണ് പറയുന്നത്. ദെൻ കൂടുതൽ കസ്റ്റമേഴ്സിന് ക്രെഡിറ്റ് ബേസിസിൽ പ്രൊഡക്റ്റ് വാങ്ങുന്നതിലൂടെ ബിസിനസ്സുമായിട്ടുള്ള ട്രാൻസാക്ഷൻസ് നടത്താനും കഴിയും. അതുപോലെ തന്നെ ക്രെഡിറ്റ് സെയിൽസിലെ ഇൻവെസ്റ്റ്മെൻറ്റ് കൈകാര്യം ചെയ്യുന്നതും അതുപോലെ തന്നെ ഡിസൈഡ് ചെയ്യുന്നതിനും റിസീവബിൾ മാനേജ്മെൻറ്റ് ബിസിനസ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് ഇതിൽ പറയുന്നത്. ഇത് സെയിൽസ് ട്രാൻസാക്ഷൻസിൻ്റെ എണ്ണത്തിലും പ്രോഫിറ്റ് ലെവലിലും ഒക്കെ ഇൻക്രീസ് ഉണ്ടാക്കാനായിട്ട് കാരണമാകും എന്നാണ് പറഞ്ഞത്. അതാണ് ബൂസ്റ്റപ്പ് സെയിൽസ് വോളിയത്തിൽ പറയുന്നത്. ദെൻ ഫിഫ്ത്ത് ബെനിഫിറ്റ് പറയുന്നത് ഇംപ്രൂവ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ് ചെയ്യുന്നത് എല്ലാ ബിസിനസ്സിൻ്റെയും ഒരു ഗോളാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗോളാണെന്നറിയാം. ദെൻ സിക്സ്ത് ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഹെൽപ്പ് ഇൻ ഫേസിങ് കോമ്പറ്റീഷൻ. റിസീവബിൾ മാനേജ്മെൻറ്റ് ഹെൽപ്പ് ഇൻ ഫേസിങ് സ്റ്റിഫ് കോമ്പറ്റീഷൻ ഇൻ ദി മാർക്കറ്റ്. റിസീവബിൾസ് മാർക്കറ്റിലെ സ്റ്റിഫ് കോമ്പറ്റീഷൻസ് ഫേസ് ചെയ്യാനായിട്ട് റിസീവബിൾ മാനേജ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന് കൺവീനിയൻറ്റ് റേറ്റിൽ ക്രെഡിറ്റ് കൊടുക്കുന്നതിന് ഒരു ബെറ്റർ സർവീസും കൊടുത്തിട്ട് ഒരു കൺവീനിയൻറ്റ് റേറ്റിൽ ഒരു ക്രെഡിറ്റ് കൊടുത്തിട്ട് ഒരു ബെറ്റർ സർവീസ് പ്രൊവൈഡ് ചെയ്യിക്കാനും കഴിയും എന്നാണ് പറയുന്നത്. ഹെൽപ്പ് ഇൻ ഫേസിങ് കോമ്പറ്റീഷനിൽ പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് റെഗുലേറ്റ് ക്യാഷ് ഫ്ലോസ് ആണ്. Receivable management regulate all cash flows in the organization. It control all inflows and outflow of fund and ensure the efficient amount of cash in always available. Receivable management ഒരു ഓർഗനൈസേഷനിലെ എല്ലാ ക്യാഷ് ഫ്ലോസും നിയന്ത്രിക്കുന്നുണ്ട്. ഇത് ഫണ്ടിൻ്റെ ഇൻഫ്ലോസും ഔട്ട്ഫ്ലോസും ഒക്കെ നിയന്ത്രിക്കുന്നതിന് മെയിനായിട്ട് കാരണമാകുമെന്നാണ് പറയുന്നത്. ദെൻ എയ്ത്ത് ഒബ്ജക്റ്റീവ്സ് പറയുന്നത് ക്രെഡിറ്റ് അനാലിസിസ് ആണ്. പ്രോപ്പർ അനാലിസിസ് ഓഫ് കസ്റ്റമർ ഫോർ ഡിറ്റർമിൻ ദെയർ ക്രെഡിറ്റ് റേറ്റിംഗ് ആണ് പറയുന്നത്. ദെൻ നയൻത്ത് ഒബ്ജക്റ്റീവ്സ് പറയുന്നത് ക്രെഡിറ്റ് കളക്ഷൻ. റിസീവബിൾസ് മാനേജ്മെൻറ്റ് കസ്റ്റമേഴ്സിൽ നിന്നും എഫിഷ്യൻ്റ് ആയിട്ടുള്ള പേയ്മെൻറ്റ്സ് നടത്തും എന്നാണ് പറയുന്നത്. ദെൻ മെയിൻറ്റെയിൻ അപ് ടു ഡേറ്റ് റെക്കോർഡ്സ്. Receivables management maintain a systematic record of all business transactions on a regular basis. All transactions are maintained fairly in the form of proper billing and invoice. This helps in avoiding any confusions or settling of disputes arising later. റിസീവബിൾസ് മാനേജ്മെൻറ്റ് റെഗുലർ ബേസിസിലെ എല്ലാ ബിസിനസ് ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ എല്ലാ ട്രാൻസാക്ഷൻസിനും കറക്റ്റായിട്ടുള്ള ബിൽസും ഇൻവോയ്സ് രൂപത്തിൽ സൂക്ഷിക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ പിന്നീട് എന്തെങ്കിലും തരത്തിലുള്ള എറേഴ്സോ അതുപോലെ തന്നെ കൺഫ്യൂഷൻസോ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെ ഇൻവോയ്സ് സൂക്ഷിക്കുന്നത് കൊണ്ട് അത് നല്ല ഹെൽപ്പ് ആവുമെന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് 11th ഒബ്ജക്റ്റീവ്സ് പറയുന്നത് ഇവാലുവേറ്റ് കസ്റ്റമർ ക്രെഡിറ്റ് റേറ്റിംഗ് ആണ്. ഇതിൽ പറയുന്നത് റിസീവബിൾസ് മാനേജ്മെൻറ്റ് അവരുടെ കസ്റ്റമേഴ്സിനെ ഇവാലുവേറ്റ് ചെയ്യാണ്. ഇപ്പോൾ കടം തിരിച്ചടക്കാനുള്ള കഴിവ്, കപ്പാസിറ്റി എത്രത്തോളം ഉണ്ട് അവർക്ക് എന്ന് റിസീവബിൾ മാനേജ്മെൻറ്റ് അവരെ ഒരു ഇവാലുവേഷൻ നടത്തുകയാണ് അവിടെ ഉണ്ടാകുന്നത്. ദെൻ ഒബ്ജക്റ്റീവ്സിലെ 12th പറയുന്നത് മിനിമൈസ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻ റിസീവബിൾസ്.
Receivables management design proper credit limit and credit period for avoiding any bankrupt situations. Then next 13th പറയുന്നത് മെയിൻറ്റെയിൻ എഫിഷ്യൻറ്റ് ക്യാഷ്. ഒരു റിസീവബിൾസ് മാനേജ്മെൻറ്റിൻ്റെ ക്യാഷ് ഫ്ലോസും ക്യാഷിൻ്റെ ഇൻഫ്ലോസും ഔട്ട്ഫ്ലോസും ഒക്കെ കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ആ ഓർഗനൈസേഷൻ്റെ കപ്പാസിറ്റി അനലൈസ് ചെയ്ത ശേഷം എല്ലാ ക്രെഡിറ്റ് ഫെസിലിറ്റീസും ഇംപ്രൂവ് ചെയ്യുകയും ടൈമിൽ തന്നെ പേയ്മെൻറ്റ്സ് കളക്ട് ചെയ്യുകയും ചെയ്യുകയാണ്. ഇത് ഓർഗനൈസേഷൻ്റെ അകത്ത് ഒരു സ്റ്റീഡി ക്യാഷ് ഫ്ലോസ് ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത്. ഇതാണ് മെയിൻറ്റെയിൻ എഫിഷ്യൻറ്റ് ക്യാഷ് പറയുന്നത്. നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്സ് ലോവർ കോസ്റ്റ് ഓഫ് ക്രെഡിറ്റ്. റിസീവബിൾസ് മാനേജ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യാണ് ബിസിനസ്സിന്. റിസീവബിൾ മാനേജ്മെൻറ്റ് ഹെൽപ്പ് ബിസിനസ് ഇൻ ലോവറിങ് ദി കോസ്റ്റ് ഓഫ് ക്രെഡിറ്റ് ബൈ ലിമിറ്റിംഗ് ദി ക്രെഡിറ്റ് എമൗണ്ട് ആൻഡ് ക്രെഡിറ്റ് പീരീഡ് ടു ദി കസ്റ്റമേഴ്സ്. ദെൻ 15th ഒബ്ജക്റ്റീവ്സ് പറയുന്നത് ഫോർമുലേഷൻസ് ഓഫ് ക്രെഡിറ്റ് പോളിസി. ഒരു ഓർഗനൈസേഷനിൽ എഫക്റ്റീവായിട്ട് ക്രെഡിറ്റ് പോളിസി ഫോർമുലേറ്റ് ചെയ്യുന്നതിനും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനും റിസീവബിൾ മാനേജ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഓർഗനൈസേഷൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് ക്രെഡിറ്റ് പോളിസി ഡിസൈഡ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് 16th പോയിന്റ് മാക്സിമൈസ് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക. ഇതിൽ പറയുന്നത് ക്രെഡിറ്റ് സൗകര്യങ്ങൾ നൽകിക്കൊണ്ട് ഓർഗനൈസേഷൻ്റെ ലാഭം മാക്സിമൈസ് ചെയ്യുന്നതിൽ റിസീവബിൾ മാനേജ്മെൻറ്റിന് ഒരു ഇമ്പോർട്ടൻ്റ് റോള് തന്നെ ഉണ്ട് എന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് കോസ്റ്റ് ഓഫ് റിസീവബിൾസ് ആണ് പറയുന്നത്. അതിൽ 4 പോയിന്റ് ആണ് പറയുന്നത്. കളക്ഷൻ ഓഫ് കോസ്റ്റ്, ക്യാപിറ്റൽ കോസ്റ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് ആൻഡ് ഡിഫോൾട്ട് കോസ്റ്റ്. കളക്ഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് കോസ്റ്റ് ഈസ് ഇൻക്വയർഡ് ഇൻ കളക്ടിങ് ദി റിസീവബിൾസ് ഫ്രം ദി കസ്റ്റമേഴ്സ് ടു ഹൂം ക്രെഡിറ്റ് സെയിൽസ് ഹാസ് ബീൻ മെയ്ഡ്. കളക്ഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി പറയണേ, ഇപ്പം നമുക്കൊരു സ്റ്റാഫ് ഉണ്ട്, അവർ ഡോർ ടു ഡോർ കളക്ഷൻ ചെയ്യാണ്. അപ്പോൾ ആ ഒരു കോസ്റ്റ് അവിടെ ആ ഒരു കോസ്റ്റ് വരില്ല. അപ്പോൾ അതിനെയാണ് ഡോർ ടു ഡോർ കളക്ഷൻ നടത്തുമ്പോൾ ആ ഒരു ടൈമിൽ വരുന്ന ഒരു കോസ്റ്റ് ഇല്ലേ, അവിടെ വരുന്ന ആ ഒരു കോസ്റ്റിനെയാണ് കളക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്യാപിറ്റൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗുഡ്സ് ക്രെഡിറ്റിൽ കൊടുക്കുമ്പോൾ സെയിൽസ് കഴിഞ്ഞ് കുറച്ച് ടൈം പീരീഡ് കഴിഞ്ഞിട്ടല്ലേ നമുക്ക് ആ ക്യാഷ് റിസീവ് ചെയ്യുള്ളൂ. അപ്പോൾ അവിടെ ഒരു ടൈമിംഗ് ഗ്യാപ്പ് വരുന്നുണ്ട്. ഈ ടൈമിംഗ് ഗ്യാപ്പിൽ നമുക്ക് ക്യാഷ് കിട്ടിയിട്ടില്ലെങ്കിൽ ആ എക്സ്പെൻസിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അഡീഷണൽ ക്യാപിറ്റൽ ഫേം പ്രൊക്വയർ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ അഡീഷണൽ കോസ്റ്റിനെയാണ് ഇവിടെ ക്യാപിറ്റൽ കോസ്റ്റ് കൊണ്ടുവരുന്ന ആ ഒരു കോസ്റ്റിനെയാണ് ഇവിടെ ക്യാപിറ്റൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിസീവബിൾസിനെ അല്ലെങ്കിൽ ഒരു മാനേജ്മെൻറ്റിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് ക്യാഷ് മേടിക്കുക, അല്ലെങ്കിൽ ആരാണ് വിളിച്ച് പറയുന്നത് ആ സ്റ്റാഫിനെ അവർക്കുള്ള സാലറി, ആ വിളിച്ച് പറയുന്ന ആൾക്കുള്ള ആ ഒരു സാലറിനെയാണ് ഇവിടെ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് കംപ്രൈസസ് ഓഫ് കളക്ഷൻ ഓഫ് കോസ്റ്റ് ആൻഡ് സ്റ്റാഫ് കോസ്റ്റ്. അങ്ങനെയുള്ള കോസ്റ്റിനെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഡിഫോൾട്ട് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി ക്രെഡിറ്റിൽ സാധനം എടുത്ത് ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് അത് കവർ ചെയ്ത് എടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അതിനെയാണ് ഡിഫോൾട്ട് കോസ്റ്റ് എന്ന് പറയുന്നത്. ഒരു ക്രെഡിറ്റ് സാധനം നമ്മൾ കമ്പനി ഒരു ക്രെഡിറ്റ് ആയിട്ട് ഒരു ഐറ്റം കൊടുത്തിട്ട് അൺഫോർച്ചുനേറ്റ്ലി നമുക്കത് റിക്കവർ ചെയ്ത് എടുക്കാനായിട്ട് പറ്റാത്ത ആ ഒരു കോസ്റ്റിന്, അവിടെ വരുന്ന ആ ഒരു ഡിഫോൾട്ടിനെ, അതിനെയാണ് ഡിഫോൾട്ട് കോസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ബെനിഫിറ്റ് ഓഫ് റിസീവബിൾസ് ആണ്. അതിൽ 4 പോയിന്റ് വരുന്നുണ്ട്. ഫസ്റ്റ് ഇൻക്രീസ് ഇൻ സെയിൽ, അതുപോലെ ഇൻക്രീസ് ഇൻ പ്രോഫിറ്റ്, എക്സ്ട്രാ പ്രോഫിറ്റ്, ഇൻക്രീസ് ഇൻ മാർക്കറ്റ് ഷെയർ. ഫസ്റ്റ് ഇൻക്രീസ് ഇൻ സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസീവബിൾസ് കൊടുക്കും തോറും, അതായത് ക്രെഡിറ്റിൽ ഐറ്റംസ് ഗുഡ്സ് കൊടുക്കും തോറും ആൾക്കാർ ക്യാഷ് കയ്യിൽ ഇല്ല എങ്കിൽ പോലും അവർ ഐറ്റംസ് മേടിക്കാനുള്ള ഒരു ചാൻസസ് അവിടെ നമ്മൾ നൽകുന്നുണ്ട്. അപ്പോൾ അവിടെ ആ സെയിൽസ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മളെ കമ്പനിക്കൊരു ബെനിഫിറ്റ് ആണെന്ന് പറയാം. അതാണ് ഇൻക്രീസ് ഇൻ സെയിലിൽ പറയുന്നത് ഫസ്റ്റ് ബെനിഫിറ്റ്. ദെൻ സെക്കൻഡ് ഇൻക്രീസ് ഇൻ പ്രോഫിറ്റ്. നോർമലി സെയിൽസ് ഇൻക്രീസ് ആവുമ്പോൾ നമ്മുടെ പ്രോഫിറ്റും ഇൻക്രീസ് ആവും. അതാണ്
ഇൻക്രീസ് ഇൻ പ്രോഫിറ്റ്. സെയിൽസ് നമ്മൾ അവിടെ കൂട്ടുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ സെയിൽസ് കൂടുന്നതിനനുസരിച്ച് നമ്മളുടെ പ്രോഫിറ്റും കൂടും. അതാണ് ഇൻക്രീസ് ഇൻ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ബെനിഫിറ്റ് പറയുന്നത്. ദെൻ തേർഡ് എക്സ്ട്രാ പ്രോഫിറ്റ് ആണ് പറയുന്നത്. എക്സ്ട്രാ പ്രോഫിറ്റ് മീൻസ് നമ്മൾ ക്രെഡിറ്റിൽ കൊടുക്കുമ്പോൾ ചില ടൈമിൽ ഇൻട്രസ്റ്റ് ഒക്കെ പേ ചെയ്യേണ്ടതായിട്ട് വരും. EMI പോലെ ഇൻട്രസ്റ്റ് ഒക്കെ പേ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഉണ്ടാകുന്ന ആ ഒരു എക്സ്ട്രാ സെല്ലിംഗ് പ്രൈസിനെയാണ് എക്സ്ട്രാ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതൊരു ഇമ്പോർട്ടൻറ്റ് ബെനിഫിറ്റ് തന്നെയാണ്. ദെൻ നെക്സ്റ്റ് ഇൻക്രീസ് ഇൻ മാർക്കറ്റ് ഷെയർ. അതായത് ഇതിൽ പറയുന്നത് ക്രെഡിറ്റിൽ കൊടുക്കും തോറും ഒരു ഫേമിന് ഓൾഡ് കസ്റ്റമേഴ്സിനെ നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് പറ്റും. അറ്റ് ദ സെയിം ടൈം പുതിയ കസ്റ്റമേഴ്സിനെ നമ്മൾക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ടും പറ്റുമെന്നാണ് പറയുന്നത്. അങ്ങനെ പ്രോഫിറ്റബിലിറ്റി കൂട്ടും, അങ്ങനെ മാർക്കറ്റ് ഷെയർ ഇൻക്രീസ് ആവും. ഇതിനെയാണ് ഇൻക്രീസ് ഇൻ മാർക്കറ്റ് ഷെയറിൽ പറയുന്നത്. ഇതൊക്കെയാണ് ബെനിഫിറ്റ് ഓഫ് റിസീവബിൾസിൽ പറയുന്ന 4 പോയിന്റ്സ്. ദെൻ നെക്സ്റ്റ് ടെക്നിക്സ് ഓഫ് റിസീവബിൾസ് മാനേജ്മെന്റ്. അതിൽ ഫസ്റ്റ് പോയിന്റ് പറയുന്നത് ഡിറ്റർമൈനിങ് ഒപ്റ്റിമം ക്രെഡിറ്റ് പോളിസി. ഒപ്റ്റിമം പോളിസി എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യണം എന്നാണ് ആദ്യത്തെ ടെക്നിക്കിൽ പറയുന്നത്. അതായത് നമ്മളൊരു കമ്പനി ആയിട്ടിരിക്കുമ്പോൾ ക്രെഡിറ്റ് എത്രത്തോളം അലോ ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന പോളിസീസ്, എങ്ങനെയൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് ഇപ്പോൾ ക്രെഡിറ്റ് പോളിസീസ് ലിബറൽ ആയി എന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ പ്രോഫിറ്റ് കൂടും, സെയിൽസ് ഇൻക്രീസ് ചെയ്യും. കാരണം ഒരാൾക്ക് ക്രെഡിറ്റ് ബേസിസിൽ പർച്ചേസ് ചെയ്യാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരാൾക്ക് ക്രെഡിറ്റ് ബേസിസിൽ പർച്ചേസ് ചെയ്യാൻ സാധിക്കുകയല്ല ചെയ്യുന്നത്. ബട്ട് അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ ബാഡ് ഡെപ്റ്റ് ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഫേം ക്രെഡിറ്റ് പോളിസീസ് ചൂസ് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് മീൻസ് പ്രോഫിറ്റ് ഇൻക്രീസ് ആവണം. പ്രോപ്പറായിട്ട് എന്നാൽ ബാഡ് ഡെപ്റ്റ് ഉണ്ടാവുകയും ചെയ്യരുത്. പ്രോപ്പറായിട്ട് ചെയ്യാൻ വേണം, എന്നാൽ അവിടെ ബാഡ് ഡെപ്റ്റ് ഉണ്ടാവുകയും ചെയ്യരുത്. അങ്ങനെ വേണം ചെയ്യാൻ. അങ്ങനെ ക്രെഡിറ്റ് പോളിസീസ് അലോ ചെയ്യുക എന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ടെക്നിക്ക് പറയുന്നത് ഡിറ്റർമൈനിങ് ക്രെഡിറ്റ് ടേംസ്. അങ്ങനെ ഇപ്പോൾ നമ്മൾ മേലെ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ക്രെഡിറ്റ് കൊടുക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. അതായത് എത്ര ക്രെഡിറ്റ് പീരീഡിൻ്റെ ഉള്ളിൽ അത് തിരിച്ചു കിട്ടും, അതുപോലെ തന്നെ എത്ര ഡിസ്കൗണ്ട് കിട്ടും, അതുപോലെ എത്ര സ്റ്റാൻഡേർഡ് ഉണ്ടാവും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കണം. മീൻസ് ഇപ്പോൾ എല്ലാ ഒരു എമൗണ്ടും ആയിരിക്കില്ലല്ലോ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 100 രൂപ എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ 100 രൂപ തിരിച്ചു തരാൻ പറ്റുമോ എന്ന് ഡിസൈഡ് ചെയ്യുന്ന സംഭവമാണ് ഈ ക്രെഡിറ്റ് സ്റ്റാൻഡേർഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെയാണ് ഡിറ്റർമൈനിങ് ക്രെഡിറ്റ് ടേംസിൽ പറയുന്നത്. 3 ടേംസ് ആണ്: ക്രെഡിറ്റ് പീരീഡ്, ഡിസ്കൗണ്ട്, ക്രെഡിറ്റ് സ്റ്റാൻഡേർഡ്. ദെൻ നെക്സ്റ്റ് തേർഡ് പോയിന്റ് ഇവാലുവേറ്റിംഗ് ദി ക്രെഡിറ്റ് അപ്ലിക്കൻസ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് പറയുന്നത്. മീൻസ് ഒരാൾക്ക് നമ്മൾ കൊടുക്കുകയാണ് ഫേം. അപ്പോൾ അയാളെ പറ്റി നമ്മൾ അന്വേഷിക്കും. അയാൾ ആ ക്രെഡിറ്റ് ഗ്യാരണ്ടി ചെയ്തത് തരാത്തതിനാൽ നമ്മൾ കൊടുക്കുന്ന ഫേമിന് നമുക്ക് ഒരു ഗ്യാരണ്ടി ഉണ്ടാവണ്ടേ. അയാളെ പറ്റി നമ്മൾ അന്വേഷിക്കും. അതുപോലെ തന്നെ ക്രെഡിറ്റ് ഗ്യാരണ്ടി ചെയ്തിട്ട് ഗ്യാരണ്ടി ചെയ്ത് തരാതിരുന്നാൽ നമുക്കതൊരു ബാഡ് ഡെപ്റ്റ് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ കമ്പനിക്ക് വന്നു കഴിഞ്ഞാൽ അത് കമ്പനിക്ക് വളരെ ലോസ് ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഫോളോ ചെയ്യുന്ന സ്റ്റെപ്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് കളക്റ്റിംഗ് ക്രെഡിറ്റ് ഇൻഫോർമേഷൻ അബൌട്ട് കസ്റ്റമേഴ്സ്. അയാളെ ക്രെഡിറ്റ് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യും. അയാളുടെ ക്രെഡിറ്റ് ഇൻഫോർമേഷൻസ് ഒക്കെ നമ്മൾ കളക്ട് ചെയ്ത് വെക്കും. അതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേറ്റ് ഇൻ ദി ക്രെഡിറ്റ് കപ്പാസിറ്റി ഓഫ് ദോസ് കസ്റ്റമേഴ്സ്. അയാളുടെ കപ്പാസിറ്റീസ് അന്വേഷിക്കും. അതുപോലെ ക്രെഡിറ്റ് അനാലിസിസ് നമ്മൾ നടത്തും. അതുപോലെ തന്നെ ഡിസൈഡിങ് കളക്ഷൻ പ്രൊസീജിയേഴ്സ്, എങ്ങനെ കളക്ട് ചെയ്യും എന്ന പ്രൊസീജിയേഴ്സ് ഡിസൈഡ് ചെയ്യും. അതാണ് ഈ 3 പോയിന്റിൽ
ഈ മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത് ഇവാലുവേറ്റിംഗ് ദി ക്രെഡിറ്റ് അപ്ലിക്കൻസ്. നമ്മൾ ഒരാളെ കയ്യിൽ ഫേം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഗ്യാരണ്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ അയാളുടെ ക്രെഡിറ്റ് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക, ക്രെഡിറ്റ് കപ്പാസിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നോക്കുക, പിന്നെ ക്രെഡിറ്റ് അനാലിസിസ് നടത്തുക, അതൊക്കെ തന്നെ പറയുന്നത്. അതുപോലെ തന്നെ ഡിസൈഡിങ് കളക്ഷൻ പ്രൊസീജിയേഴ്സ്, എങ്ങനെ കളക്ഷൻ ചെയ്യും, എങ്ങനെ കളക്ഷൻ പ്രൊസീജിയേഴ്സ് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുൻകൂട്ടിയിട്ട് നോക്കി വെക്കുക. ദെൻ നെക്സ്റ്റ് ഫോർത്ത് പോയിന്റ് പറയുന്നത് ഡിറ്റർമൈനിങ് കളക്ഷൻ പോളിസീസ് ആൻഡ് മെത്തേഡ്സ് ആണ് പറയുന്നത്. ഇതിൽ പറയുന്നത് എങ്ങനെയാണ് ക്രെഡിറ്റ് കൊടുത്തത് തിരിച്ചു വാങ്ങുക എന്ന കാര്യമാണ് പറയുന്നത്. എന്തിനാണ് ഇത് മുൻകൂട്ടി ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബാഡ് ഡെപ്റ്റ് കുറക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അവിടെ ഒരു ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ആ ടൈമിൽ തിരിച്ചു തന്നില്ലെങ്കിൽ ഉള്ള കണ്ടീഷൻസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് സെൻഡിങ് എ ലെറ്റർ ഫ്രം ദി കമ്പനീസ് അറ്റോർണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലെറ്റർ അയക്കും. അത് കഴിഞ്ഞ് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് ടേണിങ് ദി അക്കൗണ്ട് ഓവർ ദി കളക്ഷൻ അറ്റോർണി നടത്തും. അതും നടന്നിട്ടില്ലെങ്കിൽ ലാസ്റ്റ് ഡേ നമ്മൾ കളക്ഷൻ ഏജൻസീസിന് നമ്മൾ ഹയറിങ് ചെയ്തിട്ട് അവർ വഴി നമുക്ക് ആ ക്യാഷ് തിരിച്ചെടുക്കാനായിട്ട് നമ്മൾ നോക്കുമെന്ന് പറയുന്നത്. ലാസ്റ്റ് റിസോർട്ട് ഹയറിങ് എ കളക്ഷൻ ഡേ, ലാസ്റ്റ് നമ്മൾ കളക്ഷൻ ഏജൻസീസിനെ ഹയർ ചെയ്തിട്ട് ആ വഴി നമ്മൾക്ക് ആ ക്യാഷ് തിരിച്ചെടുക്കാനായിട്ട് നോക്കും. ഇതാണ് 4 സ്റ്റെപ്സ് ഡിറ്റർമൈനിങ് കളക്ഷൻ പോളിസിയിൽ പറയുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് കൺട്രോൾ ആൻഡ് അനാലിസിസ് ഓഫ് റിസീവബിൾസ് ആണ്. എങ്ങനെയാണ് റിസീവബിൾസിനെ കൺട്രോൾ ചെയ്യേണ്ടത് ഓർ അനലൈസ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. ഓരോ ടൈം പീരീഡിലും റിസീവബിൾസിൽ നമുക്ക് എത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ആയിട്ട് ഉണ്ട് എന്ന് ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതിനു വേണ്ടി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ് ഇവിടെ പറയുന്നത്. 3 മെത്തേഡ്സ് പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ പറയുന്നത് ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത് ഡെപ്റ്റേഴ്സ് ഉണ്ടാകുന്നത് ക്രെഡിറ്റ് സെയിൽസ് നടത്തുമ്പോഴാണ്. അപ്പോൾ അവിടെ ഇക്വേഷൻ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഇസ് ഈക്വൽ ടു ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ആവറേജ് റിസീവബിൾസ് ആണ്. ആവറേജ് റിസീവബിൾസ് എന്നാൽ ഓപ്പണിംഗ് റിസീവബിൾസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ അവിടെ ക്ലോസിംഗ് റിസീവബിൾസും ഉണ്ടായിരിക്കും. അപ്പോൾ ഇക്വേഷൻ വരുന്നത് ആവറേജ് റിസീവബിൾസ് ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് റിസീവബിൾസ് പ്ലസ് ക്ലോസിംഗ് റിസീവബിൾസ് ഡിവൈഡഡ് ബൈ 2. Alternatively, total cost of sales divided by debtors turnover. റിസീവബിൾസ് മീൻസ് ഡെപ്റ്റേഴ്സ് പ്ലസ് ബിൽസ് റിസീവബിൾസ്. ഇവിടെ റിസീവബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെപ്റ്റേഴ്സ് മാത്രമല്ല ബിൽസ് റിസീവബിൾസും ഇവിടെ യൂസ് ചെയ്യും എന്നാണ് പറയുന്നതാണ്. ഇതാണ് ഫസ്റ്റ് മെത്തേഡിൽ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോയിൽ പറയുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നതാണ് ആവറേജ് കളക്ഷൻ പീരീഡ്. മീൻസ് എത്ര ടൈമിലാണ് ഇത് കളക്ട് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ കളക്ഷൻ പീരീഡ് ഡേയ്സിലാണെങ്കിൽ, വീക്കിലാണെങ്കിൽ, മന്ത്ലി ആണെങ്കിൽ പറയുന്ന ഇക്വേഷൻസ് ആണ്. ഡേയ്സിലാണെങ്കിൽ റിസീവബിൾസ് മാനേജ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ക്രെഡിറ്റ് സെയിൽസ് ഇൻറ്റു 365 ആണ്. ഈ കളക്ഷൻ പീരീഡ് വീക്ക്ലി ആണെങ്കിൽ റിസീവബിൾസ് ഡിവൈഡഡ് ബൈ ക്രെഡിറ്റ് സെയിൽസ് ഇൻറ്റു 52 ആണ്. ദെൻ മന്ത്ലി ആണ് നടത്തുന്നതെങ്കിൽ റിസീവബിൾസ് ഡിവൈഡഡ് ബൈ ക്രെഡിറ്റ് സെയിൽസ് ഇൻറ്റു 12 ആണ് പറയുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ആവറേജ് കളക്ഷൻ പീരീഡ് കണക്കാക്കേണ്ടത് എന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഏജിങ് ഷെഡ്യൂൾ ഓഫ് ഡെപ്റ്റേഴ്സ്. ഏജിങ് ഷെഡ്യൂൾ ഓഫ് ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡ് എത്തുമ്പോൾ എത്ര ഉണ്ട് ഡെപ്റ്റേഴ്സ്, ആരൊക്കെ കറക്റ്റായിട്ട് അടച്ചിട്ടുണ്ട്, അതുപോലെ എത്ര പേര് പെൻഡിങ് ഉണ്ട്, എത്ര പേര് അടക്കാത്തതുണ്ട് എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ഏജിങ് ഷെഡ്യൂള് ഫേമിൽ പ്രിപ്പയർ ചെയ്യാറുണ്ട്. ഏജിങ് ഷെഡ്യൂൾ മീൻസ് shows age of unpaid account and what percentage of total value of receivables those accounts receivables. ഈ ഷെഡ്യൂള് ഒരു പ്രത്യേകമായിട്ട് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എത്ര എമൗണ്ട് നമുക്ക് ഇനിയും കിട്ടാനുണ്ട്, അതുപോലെ അൺപെയ്ഡ്
അക്കൗണ്ട് എത്ര ഉണ്ട്, അതുപോലെ ടോട്ടൽ റിസീവബിൾസിൻ്റെ എത്ര പെർസെൻറ്റേജ് വരും ഇനി കിട്ടാത്തത് എന്നുള്ള എമൗണ്ട് ഒക്കെ നോക്കുകയാണ് ചെയ്യുന്നത് ഏജിങ് ഷെഡ്യൂൾ ഓഫ് ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ നെക്സ്റ്റ് 6th പോയിന്റ് പറയുന്നത് റെഡ്യൂസിങ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഫോറിൻ അക്കൗണ്ട് റിസീവബിൾസ്. ഒരു കമ്പനിക്ക് ഗുഡ്സ് നൽകുന്നതിന് മുന്നേ തന്നെ ഫുള്ളായിട്ട് അല്ലെങ്കിൽ പാർട്ടായിട്ട് പേയ്മെൻറ്റ്സ് ആവശ്യപ്പെടുന്നുണ്ട് ഫോറിൻ അക്കൗണ്ട്സ്. ഇതിൽ പറയുന്നത് ഒരു കമ്പനിക്ക് ഗുഡ്സ് നൽകുന്നതിന് മുന്നേ തന്നെ ഫുള്ളായിട്ട് അല്ലെങ്കിൽ പാർട്ടായിട്ട് പേയ്മെൻറ്റ് ആവശ്യപ്പെട്ട് ഫോറിൻ അക്കൗണ്ടുകളിലെ ഇൻവെസ്റ്റ്മെൻറ്റ് കുറക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. എന്നാലും ഇതിനെ കസ്റ്റമേഴ്സ് എതിർക്കും. പെർട്ടിക്കുലർലി കോമ്പറ്റേറ്റേഴ്സ് ഡു നോട്ട് ആസ്ക് ഫോർ പേയ്മെൻറ്റ്സ്. അപ്പോൾ ഒരു കമ്പനിക്ക് ഗുഡ്സ് നൽകുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഓവർ പേയ്മെൻറ്റ് വേണം എന്ന് പറയുകയാണ്. അതാണ് ഇവിടെ റെഡ്യൂസിങ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഫോറിൻ അക്കൗണ്ട് റിസീവബിൾസിൽ പറയുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഫോർ ഫീറ്റർ. ഇവിടെ പറയുന്നത് ഫോർഫീച്ചർ മീൻസ് നഷ്ടപരിഹാരം. ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ നിയമവിരുദ്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ അവിടെ ഫോർഫീറ്റിംഗ് വാങ്ങണമെന്നാണ് പറയുന്നത്. ദെൻ കൗണ്ടർ ട്രേഡിങ്ങിൽ പറയുന്നത് കൗണ്ടർ ട്രേഡിങ് ഒരു എഗ്രിമെൻ്റ് ആണ്. ക്യാഷിനു വേണ്ടി ഗുഡ്സ് ആൻഡ് സർവീസസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഗുഡ്സ് ആൻഡ് സർവീസസോ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുക. ഇത് ഫോറിൻ കറൻസിയുടെ സംരക്ഷണം ഈസി ആക്കാനും അതുപോലെ തന്നെ ഒരു ബിസിനസ്സിന് ഫോറിൻ മാർക്കറ്റിൽ എൻ്റർ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും എന്നാണ് പറയുന്നത്. അതാണ് കൗണ്ടർ ട്രേഡിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് എക്സ്പോർട്ട് ക്രെഡിറ്റ് ഇൻഷുറൻസ് മീൻസ് ഒരു ബിസിനസ്സിൽ ഒരു ഫോറിൻ കസ്റ്റമർ ക്യാഷ് പേയ്മെൻറ്റ് നടത്തുന്നതിൻ്റെ അപകട സാധ്യതയ്ക്കെതിരെ എക്സ്പോർട്ട് ക്രെഡിറ്റ് ഇൻഷുറൻസ് ഇവരെ സംരക്ഷിക്കും, പ്രൊട്ടക്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ് പറയുന്നത് എക്സ്പോർട്ട് ഫാക്ടർ എന്നാൽ എക്സ്പോർട്ട് ക്രെഡിറ്റ് ഇൻഷുറൻസിനേക്കാൾ കോസ്റ്റ്ലിയാണ് ഈ എക്സ്പോർട്ട് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് എല്ലാ രാജ്യങ്ങളുടെയും എസ്പെഷ്യലി ഡെവലപ്പിംഗ് കൺട്രീസിന് കിട്ടുകയില്ല എക്സ്പോർട്ട് ഫാക്ടർ എന്നാണ് പറയുന്നത്. ഇതിനൊരു ബിസിനസ്സിൻ്റെ ക്യാഷ് ഫ്ലോസിനെ സഹായിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇതൊരു എക്സ്പോർട്ട് ഫാക്ടർ ഒരു ബിസിനസ്സിൻ്റെ ക്യാഷ് ഫ്ലോസിന് സഹായിക്കും എന്നാണ് പറയുന്നത്. ദെൻ ഇതൊക്കെയാണ് ടെക്നിക്സ് ഓഫ് റിസീവബിൾസ് മാനേജ്മെൻറ്റ്. ദെൻ ഓക്കെ, താങ്ക് യു.